എൻ്റെ പേര് ഹിരൺ. അറിഞ്ഞ കാര്യങ്ങൾ അറിയാത്തവർക്ക് വേണ്ടിയുള്ള യാത്ര, അറിവിൻ്റെ നിറകുടം തേടിയുള്ള യാത്ര, അറിവിൻ്റെ ഇന്ദ്രജാലത്തിലൂടെയുള്ള യാത്ര, അറിവിൻ്റെ ആറാം ഇന്ദ്രിയത്തിലൂടെയുള്ള യാത്ര. എല്ലാവർക്കും നമ്മുടെ ചാനലായ സിക്സ് സെൻസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഹൈക്കോർട്ടിനെ കുറിച്ചാണ്. നമ്മുടെ നിയമവ്യവസ്ഥയിൽ അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന കോടതികൾ തന്നെയാണ് ഹൈക്കോടതികൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന അഥവാ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 214 മുതൽ 231 വരെയുള്ള ആർട്ടിക്കിൾസാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്, ഹൈക്കോടതിയെ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ഹൈക്കോടതികൾ സ്ഥാപിക്കുന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ അനുസരിച്ചാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർട്ടിക്കിൾ 214 ആർട്ടിക്കിൾ 214 എന്ത് പറയുന്നത്? ഇന്ത്യക്ക് ഹൈക്കോടതികൾ വേണമെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഹൈക്കോടതികൾ സ്ഥാപിക്കുന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഇന്ത്യക്ക് ഹൈക്കോടതികൾ വേണമെന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? ആർട്ടിക്കിൾ 214. ഇന്ത്യയിൽ ആദ്യമായി ഹൈക്കോടതികൾ നിലവിൽ വന്ന വർഷം എന്ന് പറയുന്നത് 1862. കൊൽക്കത്ത, ബോംബെ, മദ്രാസ് എന്നീ 3 സ്ഥലങ്ങളിലാണ് 1862 ഹൈക്കോടതികൾ നിലവിൽ വന്നത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ ഹൈക്കോടതി ജഡ്ജിമാർ രാജിക്കത്ത് നൽകുന്നതും ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതും ആരാണ്? പ്രസിഡൻ്റാണ്. അപ്പോൾ 3 ചോദ്യം നമുക്ക് വന്നു. ഏതൊക്കെയാണത്? ഒന്ന്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് പ്രസിഡന്റ്. അതുപോലെ തന്നെ ഹൈക്കോടതി ജഡ്ജിമാർ രാജിക്കത്ത് നൽകുന്നത് ആർക്ക് എന്ന് ചോദിച്ചാൽ പ്രസിഡന്റ്. ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നത് ആര് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും എന്താണ്? പ്രസിഡൻ്റാണ്. ഹൈക്കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുന്നിൽ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഗവർണറുടെ മുന്നിൽ, അല്ലെങ്കിൽ ഗവർണർ നിർദ്ദേശിക്കുന്ന വ്യക്തിയുടെ മുന്നിൽ. അതായത് എന്തായിരുന്നു ചോദ്യം? ഹൈക്കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുന്നിൽ? ഒന്നെങ്കിൽ ഗവർണറുടെ മുന്നിൽ, അല്ലെങ്കിൽ ഗവർണർ നിർദ്ദേശിക്കുന്ന വ്യക്തിയുടെ മുന്നിൽ. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എന്ന് പറയുന്നത് എത്രയാണ്? 62 വയസ്സാണ് ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എന്ന് പറയുന്നത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ പ്രതിമാസ വേതനം അഥവാ ശമ്പളം എന്ന് പറയുന്നത് 2.5 ലക്ഷം രൂപയും ഹൈക്കോടതി ജഡ്ജിമാരുടെ പ്രതിമാസ ശമ്പളം എന്ന് പറയുന്നത് 2,25,000 രൂപയുമാണ്. ഇന്ത്യയിലിപ്പോൾ എത്ര ഹൈക്കോടതികളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്താണ്? 25 ഹൈക്കോടതികളാണ് ഇന്ത്യയിലുള്ളത്. അതിൽ ഏറ്റവും പഴക്കം ചെന്ന ഹൈക്കോടതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കൽക്കട്ട ഹൈക്കോടതിയാണ്. ഏതാണ്? കൽക്കട്ട ഹൈക്കോടതി. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും പുതിയ ഹൈക്കോടതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയാണ്. ഏതാണ്? ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയാണ്. അതുപോലെ നമ്മൾ ഓർക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം അലഹബാദ് ഹൈക്കോടതിയാണ്. ഏതാണ്? അലഹബാദ് ഹൈക്കോടതി. എന്തായിരുന്നു ചോദ്യം? ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്താണ്? അലഹബാദ് ഹൈക്കോടതിയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ പഠിച്ചത്? ഒന്ന്, ഇന്ത്യക്ക് ഹൈക്കോടതി വേണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 214. 2, ഏത് വർഷമാണ് ആദ്യമായിട്ട് ഹൈക്കോടതികൾ നിലവിൽ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1862 കൊൽക്കത്ത, ബോംബെ, മദ്രാസ് എന്നീ 3 സ്ഥലങ്ങളിലാണ് ഹൈക്കോടതികൾ നിലവിൽ വന്നത്. പിന്നെ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ 3 ചോദ്യങ്ങൾ പഠിച്ചു. ഒന്ന്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റാണ്. ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റാണ്. ഹൈക്കോടതി ജഡ്ജിമാർ രാജിക്കത്ത് നൽകുന്നത് പ്രസിഡന്റിനാണ്. പിന്നെ പഠിച്ചത് എന്താണ്? ഹൈക്കോടതി ജഡ്ജിമാർ ആരുടെ മുന്നിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എന്നുള്ളത്. ഒന്നെങ്കിൽ ഗവർണറുടെ മുന്നിലാണ്, അല്ലെങ്കിൽ ഗവർണർ നിർദ്ദേശിക്കുന്ന വ്യക്തിയുടെ മുന്നിൽ. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എന്ന് പറയുന്നത് 62.
ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ പ്രതിമാസ ശമ്പളം എന്ന് പറയുന്നത് 2.5 ലക്ഷം രൂപ. ഹൈക്കോടതി ജഡ്ജിയുടെ പ്രതിമാസ ശമ്പളം എന്ന് പറയുന്നത് 2,25,000 രൂപ. ഇന്ത്യയിൽ ടോട്ടലുള്ള ഹൈക്കോടതികളുടെ എണ്ണം എന്ന് പറയുന്നത് 25 ഹൈക്കോടതിയാണ്. അതിൽ ഏറ്റവും പഴക്കം ചെന്ന ഹൈക്കോടതി എന്ന് പറയുന്നത് കൊൽക്കത്ത ഹൈക്കോടതിയാണ്. ഏറ്റവും പുതിയ ഹൈക്കോടതി എന്ന് പറയുന്നത് ഏതാണ്? ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയാണ്. ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതി ഏത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? അലഹബാദ് ഹൈക്കോടതി എന്നുള്ളതാണ്. പിന്നുള്ളൊരു ചോദ്യം, ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾക്ക് അധികാര പരിധിയുള്ള ഹൈക്കോടതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗുവാഹത്തി ഹൈക്കോടതിയാണ്. അതായത് ഗുവാഹത്തി ഹൈക്കോടതിയുടെ അധികാര പരിധിയിൽ ടോട്ടൽ 4 സംസ്ഥാനങ്ങളാണ് വരുന്നത്. ഏതൊക്കെയാണ്? 1 ആസാം, 2 അരുണാചൽ പ്രദേശ്, 3 നാഗാലാൻഡ്, 4 മിസോറാം. ഈ 4 സംസ്ഥാനങ്ങളാണ് ഏതിൻ്റെ കീഴിൽ വരുന്നത്? ഗുവാഹത്തി ഹൈക്കോടതിയുടെ കീഴിൽ വരുന്നത്. ഇനി വേറൊരു ചോദ്യം, സ്വന്തമായി ഹൈക്കോടതിയുള്ള ഏക കേന്ദ്രഭരണ പ്രദേശം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഡൽഹി ആണ്. ഡൽഹിക്ക് എന്താണ്? സ്വന്തമായിട്ട് ഹൈക്കോടതിയുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ലക്ഷദ്വീപ് ഏത് ഹൈക്കോടതിയുടെ കീഴിലാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള ഹൈക്കോടതിയുടെ കീഴിലാണ്. ലക്ഷദ്വീപ് ഏത് ഹൈക്കോടതിയുടെ കീഴിലാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിൻ്റെ കീഴിലാണ്? കേരള ഹൈക്കോടതിയുടെ കീഴിലാണ്. അതുപോലെ തന്നെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലാൻഡുകൾ കൊൽക്കത്ത ഹൈക്കോടതിയുടെ കീഴിലാണ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐസ്ലാൻഡ് ഏതിൻ്റെ കീഴിലാണ്? കൊൽക്കത്ത ഹൈക്കോടതിയുടെ കീഴിലാണ്. ഇനി നമുക്ക് കേരള ഹൈക്കോടതിയെക്കുറിച്ച് എന്ത് ചെയ്യാം? കുറച്ച് കാര്യങ്ങൾ നോക്കാം. കേരള ഹൈക്കോടതി സ്ഥാപിച്ച വർഷം, ദിവസം എന്ന് പറയുന്നത് എത്രയാണ്? 1956 നവംബർ 1 സ്ഥാപിച്ചത്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? എറണാകുളമാണ്. ഈ അടുത്ത് SSCക്ക് വന്നൊരു ക്വസ്റ്റ്യനിൽ 2 ഓപ്ഷൻസാണ് ഉണ്ടായിരുന്നത്. ഒന്ന് എറണാകുളം, 2 കൊച്ചി. ഒരുപാട് പേരെന്താണ് കൊച്ചി എന്ന് ആൻസർ ചെയ്തു. പക്ഷേ കറക്റ്റായ ആൻസർ ഏതാണ്? എറണാകുളമാണ്. അപ്പോൾ എന്താണ്? കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്താണ്? എറണാകുളമാണ്. അതുപോലെ തന്നെ കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിൽ വരുന്ന കേന്ദ്ര ഭരണ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപാണ്. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചേ ഉള്ളൂ. ഏതാണ്? കേരള ഹൈക്കോടതിയുടെ കീഴിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ലക്ഷദ്വീപാണ്. അതുപോലെ തന്നെ കേരള ഹൈക്കോടതിയുടെ കീഴിലുള്ള ജില്ലകൾ എന്ന് പറയുന്നത് എത്രയാണ്? 15 ജില്ലകളാണ്. കേരള ഹൈക്കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ആരാണ്? KT കോശിയാണ്. ആരാണ് ആദ്യ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്? KT കോശി. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ആദ്യ വനിത എന്ന് പറയുന്നത് ആരാണ്? സുജാത മനോഹറാണ്. ആരാണ്? സുജാത മനോഹർ. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി വനിത ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KK ഉഷ. രണ്ടും കൂടി മാറിപ്പോവരുത്. സുജാത മനോഹർ എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസായ ആദ്യ വനിതയും കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ആദ്യ വനിതയും KK ഉഷ എന്ന് പറയുന്നത് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി വനിതയുമാണ്. സുജാത മനോഹർ എന്ന് പറയുന്നത് ആദ്യ വനിതയും KK ഉഷ എന്ന് പറയുന്നത് ആദ്യ മലയാളി വനിതയുമാണ്. കേരള ഹൈക്കോടതിയുടെ ആദ്യ വനിതാ ജഡ്ജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണത്? അന്ന ചാണ്ടിയാണ്. അതുപോലെ കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ആദ്യമായി ഹൈക്കോടതി ജഡ്ജിയായ വനിത ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അതും അന്ന ചാണ്ടി തന്നെയാണ് ഉത്തരം. ഇന്ത്യയിലെ ആദ്യ വനിതാ മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് ആരാണ്? ഓമന കുഞ്ഞമ്മയാണ്. എന്താണ്? ഇന്ത്യയിലെ ആദ്യ വനിതാ മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് ഓമന കുഞ്ഞമ്മയാണ്. കേരള ഹൈക്കോടതിയിൽ നിന്നും രാജിവെച്ച ആദ്യ ജഡ്ജി എന്ന് പറയുന്നത് V ഗിരിയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിനെക്കുറിച്ച് നോക്കാനുള്ളത്? ഹൈക്കോടതിയെക്കുറിച്ചും കേരള ഹൈക്കോടതിയെക്കുറിച്ചും നോക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും ക്ലാസ് കണ്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ക്ലാസ്സിൽ നിന്ന് കൃത്യമായി നോട്ടുണ്ടാക്കുക, കൃത്യമായിട്ട് പഠിക്കുക. ഓരോ മത്സര പരീക്ഷകൾക്കും എല്ലാവർക്കും നന്നായി പെർഫോം ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടിന് നന്ദി. നമസ്കാരം.